തീ പിടിച്ചവരിലേക്ക് അവർക്കും ഒരിക്കൽ കൂടെ സ്വാഗതം. നമ്മുടെ കേരളത്തിൻ്റെ സേഫ് സോണിൽ ഇരുന്നു കൊണ്ട് സുവിശേഷം പറയാനായിട്ട് നമുക്കൊക്കെ വളരെ എളുപ്പമുള്ള കാര്യമാണ്. എന്നാൽ യാതൊരു വിധത്തിലുമുള്ള മതസ്വാതന്ത്ര്യങ്ങളും അനുവദിച്ചിട്ടില്ലാത്ത സൗദി അറേബ്യ പോലെയുള്ള സ്ഥലത്ത് 30 വർഷക്കാലം സുവിശേഷം പങ്കുവെച്ചു കൊടുത്ത് വിശ്വാസികളെ വളർത്തിക്കൊണ്ടുവരിക, സുവിശേഷ വേലക്കാരെ അതിനുവേണ്ടി സജ്ജരാക്കുക, അനേക രാജ്യങ്ങളിലേക്ക് സുവിശേഷ വേലക്കാരെ അയക്കുക, ഇങ്ങനെയൊക്കെയുള്ള പ്രവർത്തനങ്ങൾ അതും ഒളിവിലിരുന്നു കൊണ്ട് എന്ന് പറഞ്ഞതുപോലെ ആദിമ ക്രൈസ്തവ സമൂഹത്തിലെ വിശ്വാസികളെ പ്രകാരമായിരുന്നു എന്ന് പറഞ്ഞതുപോലെ തന്നെയുള്ള ഒരു ജീവിത ശൈലി സ്വീകരിച്ചുകൊണ്ട് കർത്താവിൻ്റെ ശുശ്രൂഷയിൽ വ്യാപൃതനായിരുന്ന ബ്രദർ സെബാസ്റ്റ്യൻ്റെ ജീവിതാനുഭവങ്ങളുടെ ആദ്യ ഭാഗം നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ കേട്ടു. അതിൻ്റെ രണ്ടാം ഭാഗം ഇന്ന് നമ്മൾ കേൾക്കുകയാണ്. ബ്രദറെ, ഒരിക്കൽ കൂടെ സ്വാഗതം. ഈ സൗദി അറേബ്യയിലെ അങ്ങയുടെ 30 വർഷക്കാലത്തെ ആ ജീവിതത്തെ കുറിച്ച് നോക്കുമ്പോൾ അവിടെ നടത്തിയ സുവിശേഷ പ്രവർത്തനങ്ങളിൽ അതിൻ്റെതായിട്ടുള്ള ഒരു റിസൾട്ട് കാണാനായിട്ട് പറ്റിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കൂടെ സഞ്ചരിക്കുന്ന ഒരു ദൈവത്തെയാണ് ഞാനവിടെ കാണുന്നത്, ഞങ്ങളെല്ലാവരും കാണുന്നത്. ഈ കുടിയേറുന്ന ഒരു ദൈവം, നമ്മൾ കുടിയേറുന്നിടത്തോട്ട് നമ്മുടെ കൂടെ എമ്മാനുവലായി കടന്നു വരുന്നൊരു ദൈവം, അതാണ് വ്യക്തമായും നമുക്ക് കാണാൻ സാധിക്കുന്നത്. നമ്മൾ സുവിശേഷത്തിൻ്റെ പേരിൽ ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും ധീരതയോടെ നിൽക്കുകയാണെങ്കിൽ ഒന്നും സംഭവിക്കുകയില്ല. മുന്നിൽ തോക്കുമായി പോലീസ് നിന്ന് വെടിവെക്കുമെന്ന് പറഞ്ഞ് തുറക്കടാന്ന് പറഞ്ഞ് കഥ തുറക്കാൻ പറഞ്ഞ വ്യക്തി ഒരാഴ്ചക്കാലം പനി പിടിച്ചു കിടന്നു. ആ വ്യക്തി കടന്നു വന്നിട്ട് ഒരു മനുഷ്യനെ പോലും അറസ്റ്റ് ചെയ്യാതെ ഉണ്ടായിരുന്ന ആ വൈദികനെ ഞങ്ങൾ രക്ഷപ്പെടുത്തി. ബാക്കിയുള്ളവർക്കാർക്ക് ഒരു കേസും ഉണ്ടായിട്ടില്ല. ദൈവം നമ്മോട് കൂടെയാണ്. തൻ്റെ സുവിശേഷത്തിന് വേണ്ടി ഏത് സാഹചര്യങ്ങളായോട്ടെ, നിങ്ങൾക്കറിയാം, ലോകത്തിൽ ഒരിടത്തുള്ള ഇത്രയും അധികമായി വിരുദ്ധ സാഹചര്യങ്ങളുള്ള ഒരു രാജ്യമില്ല അന്നും ഇന്നും. ഇന്നൊക്കെ കുറച്ച് മാറി എന്ന് പറഞ്ഞാൽ തന്നെയും അത് നാമമാത്രമായിട്ടേ ഉള്ളൂ. അത് വളരെ സാവധാനമാണ്. കഴിഞ്ഞ വർഷത്തെ ക്രിസ്മസിന് കരോൾ വരെ അവർ നടത്തിയെന്ന് പറഞ്ഞു. ഞങ്ങൾ ഒരു തരത്തിലുള്ള ഭയം നിങ്ങളെ ബാധിച്ചിട്ടില്ലേ? ആ ഭയം, എൻ്റെ ബ്രദറെ, ഭയം എന്നോട് പലരും ചോദിച്ചിട്ടുണ്ട്, ഞങ്ങളോട് പലരും ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് എന്തോ നിങ്ങൾക്ക് തലയ്ക്കുന്ന ഓളമാണോ? നിങ്ങളിവിടെ ജോലി ചെയ്യാൻ വന്നു, മതിയായ ശമ്പളമുണ്ട്, മതിയായ ജീവിത സാഹചര്യമുണ്ട്, കുടുംബജീവിതമുണ്ട്, എന്തിനു വേണ്ടി അതൊക്കെ ഉണ്ടാകുന്നെന്ന് ചോദിച്ചു. നിങ്ങൾക്കറിയാമല്ലോ, തെറ്റി മക്ക മദീന റോഡിലോട്ട് വണ്ടി കയറിയവൻ പിടിച്ച ഒരു മാസക്കാലം ജയിലിലിട്ട രാജീവാണ്. അറിയാതെ വണ്ടി ഓടിച്ച് മക്ക മദീന റോഡിലോട്ട് വണ്ടി ഓടിച്ച് പോയിട്ട് ചങ്ങനാശ്ശേരിക്കാരനെ പോലീസ് പിടിച്ച് ജയിലിലിട്ട്, നീ എന്തിനാ സഞ്ചരിച്ചെന്ന് പറഞ്ഞു. ഞങ്ങൾ ഒരിക്കലും അങ്ങനെ പോയപ്പോൾ ഞങ്ങൾ തെറ്റി കയറി. അവിടുത്തെ ഒരു മുസ്ലിം സഹോദരൻ തന്നെ പറഞ്ഞു, ബ്രദറെ പോകരുത്, എന്താ ഈസായി, നീ ക്രിസ്തുമതക്കാരാണ്, നീ തിരിച്ചു വണ്ടി വിട്ടണം. അത്രയും ഭീകരമായ അത്രയും ഭീകരമായ നമ്മുടെ കൂട്ടായ്മയുള്ള ഒരു പയ്യന് കൊന്തയിട്ടതിൻ്റെ പേരിൽ, ഇന്ത്യൻ എംബസി സ്കൂൾ പഠിക്കുന്ന കൊന്തയിട്ടതിൻ്റെ പേരിൽ പോലീസ് പിടിച്ചവനെ പൊട്ടിച്ചു. സ്വർണ്ണമാല, സ്വർണ്ണമോതിരം, അതൊക്കെ പുരുഷന്മാർ ഉപയോഗിക്കുകയാണെങ്കിൽ അവർ വലിച്ചു പറിക്കും. എൻ്റെ മോതിരം, ഞാനിങ്ങനെ വണ്ടി ഓടിച്ചു പോയപ്പം സിഗ്നൽ കിടക്കുന്നു, ഒരു സൗദി വന്നിട്ട് മോതിരം, ഞാൻ പറഞ്ഞു എൻ്റെ വെഡിങ് റിംഗ് ആണെന്ന് പറഞ്ഞു. അറിയാവുന്ന അറബി പറഞ്ഞു, 90s. അവൻ ഉടനെ ഈ മോതിരം ഉരിയെടുക്കാൻ ഞാൻ കൈ തട്ടി വെള്ളം വെച്ച് കഴിഞ്ഞപ്പോൾ അവൻ ഇറങ്ങി ഓടി. മാല, ആണുങ്ങൾ മാലയിട്ടാൽ അവർ ഇതുണ്ടാവും. അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് അതിനകത്ത് അവിടെ. അങ്ങനെ ഇത് മറ്റു മതങ്ങളെ കാണുന്നതും എടുക്കുന്ന അതെന്നാ വിദ്യാഭ്യാസം ഉള്ളവരുടെ വ്യത്യാസമുണ്ട്. ഇപ്പോൾ ഒത്തിരി മാറി. കാരണം മതകാര്യം അവിടെ ഈ സിറോ മലബാർ ലത്തീൻ അങ്ങനെ ഒരു വേർതിരിവും പ്രശ്നങ്ങളൊക്കെ ഇടക്കാലത്ത് ഉണ്ടായതായിട്ട് കേട്ടിട്ടുണ്ട്. അതിന്റെ ഫലമായിട്ട് വിശ്വാസികൾ പോലും പരസ്പരം അകന്നു പോയതായിട്ടും ഒക്കെ അറിയാനായിട്ട് കഴിയും. അത് വാസ്തവമായിരുന്നു. അതൊക്കെ ഇപ്പൊ പരിഹരിക്കപ്പെട്ടു. ഇപ്പം പരിഹരിക്കപ്പെട്ടു. അത് വലിയ പിതാവിനറിയാം. എല്ലാ ഖത്തറിൽ വെച്ചുള്ള മീറ്റിങ്ങിനകത്ത് ഞാനും പങ്കെടുത്താണ്. ഞാനായിരുന്നു അന്ന് കേരള കാത്തലിക് അസോസിയേഷൻ പ്രസിഡന്റ്. ഇപ്പൊ അതില്ല, ഒതുങ്ങി. എല്ലാവരും അവരവരുടെ ആ രീതിയിൽ ഇപ്പം സിറോ മലബാർ കുർബാനയുണ്ട്, ലത്തീൻ കുർബാനയുണ്ട്. അവിടുത്തെ വിശ്വാസ സമൂഹത്തിലെ 90% പേരും സിറോ മലബാർ സഭാംഗങ്ങളാണ്. ഇപ്പം നമ്മുടെ ഈ കരിസ്മാറ്റിക് കൂട്ടായ്മയുടെ കാറ്റഗിസത്തിന്റെ പുസ്തകം തന്നെയും സിറോ മലബാർ കാണാതെ. അതിനകത്ത് വലിയൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ കൂട്ടായ്മയുടെ 1985 സ്ഥാപിച്ചത് കൂട്ടായ്മ അന്നു മുതൽ ഇന്ന് വരെയും
പിതാക്കന്മാരുടെ ആലോചന ചോദിച്ചിട്ട് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. പിതാക്കന്മാരുടെ ആലോചന ചോദിച്ചിട്ട് കാറ്റഗിസത്തിൻ്റെ കാര്യങ്ങൾ വെക്കുക. അതിനൊക്കെ നല്ല ലീഡേഴ്സ് ആയിരിക്കുന്ന വ്യക്തികൾ എല്ലാം അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. പോയി വെക്കേഷൻ പോകുമ്പോൾ പിതാക്കന്മാരെ പോയി കണ്ടിട്ട് അവരുമായിട്ട് ഒരു ഇൻട്രാക്ഷൻ എല്ലാവരുമായിട്ട് ചെയ്യുക. കാറ്റഗിസത്തിൻ്റെ പുസ്തകം ഇത് പഠിപ്പിക്കുക. പിന്നെ അതുപോലെ അനാവശ്യമായി ഈ ശരിയായ ബോധ്യമുള്ളവരെ കൊണ്ട് മാത്രം വചനം പ്രസംഗിക്കുക. സഭയുടെ അടിസ്ഥാന പ്രബോധനങ്ങളിൽ നിന്ന് കത്തോലിക്ക സഭയുടെ അടിസ്ഥാന പ്രബോധനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എല്ലാ ശുശ്രൂഷകളും നടത്തിക്കൊണ്ടു പോകുന്നത്. നിങ്ങൾ ഈ മറ്റ് എന്തെങ്കിലും ആക്ടിവിറ്റീസ്, ഈ പ്രഘോഷണവും മറ്റും മാത്രം, പ്രാർത്ഥനയും മാത്രം അല്ലാതെ ഒത്തിരി ഉണ്ട്. അതായത് ചാരിറ്റി പ്രവർത്തനങ്ങൾ. അതായത് ഈ നാട്ടിൽ നിന്ന് അപേക്ഷകൾ വരും. അവർ ഇറസ്പെക്റ്റീവ് ഓഫ് കാസ്റ്റ്, റിലീജിയൻ ഓർ എനി ഡിനോമിനേഷൻ, അതൊന്നും പ്രശ്നമല്ല. അതോടത്തെ ഇടവക വികാരി സൈൻ ചെയ്ത, കൗണ്ടർ സൈൻ ചെയ്ത ഒരു ആപ്ലിക്കേഷൻ, ഇന്ന് കിടപ്പ് രോഗികൾക്ക്, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തിന്, വീടിൻ്റെ മെയിൻ്റനൻസിന്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വർഷങ്ങളായിട്ട് ആരും അത് വരുന്നു. അത് കോർ കമ്മിറ്റി കൂടിയിരുന്ന് ഈ അപേക്ഷകൾ സോർട്ട് ചെയ്ത് വളരെ ജെന്യൂനായിട്ട കേസാണെങ്കിൽ അതിനനുസരിച്ചുള്ള സാമ്പത്തിക സഹായം ഞങ്ങൾ സ്വതന്ത്രകാഴ്ച എടുക്കും മാസത്തിലൊന്ന്. അത് പരിപൂർണമായും ഈ കാര്യങ്ങൾക്ക്, ഈ ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് കേരളത്തിൻ്റെ വിവിധ ദേശങ്ങളിലെ ദേവവികാരികളുടെ സാക്ഷ്യപത്രത്തോട് കൊടുക്കും. പിന്നെ വീട് വെച്ച് കൊടുക്കുന്നുണ്ട്. വീട് ഇല്ലാത്തവർക്ക് അതിൻ്റെ കാര്യങ്ങൾ പോകുന്നുണ്ട്. ഇടവവികാരി ഇതെല്ലാം അതാത് ഇടവകളുമായിട്ടും ചർച്ചുമായിട്ട് ബന്ധപ്പെട്ട അങ്ങയുടെ ഈ പ്രവർത്തനങ്ങൾക്കൊക്കെ കുടുംബത്തിൽ നിന്നുള്ള വളരെ സപ്പോർട്ട് എങ്ങനെയായിരുന്നു? ഭാര്യ, മക്കള്, അവരുടെ കാര്യങ്ങളും കൂടെ. ഭാര്യ ടെസി നമ്മുടെ ഏർക്കുന്നം മഞ്ഞാമറ്റം സ്വദേശിയാണ്. വളരെ അവിടുത്തെ സൗദി ഗവൺമെൻറ്റിലെ നേഴ്സായിരുന്നു. അപ്പം പാല അൽഫോൻസ കോളേജിലൊക്കെ പഠിച്ചത്. അപ്പം വളരെ ഭക്തിയും കാര്യങ്ങളും നിഷ്കൃഷയുള്ള ഇതാണ്. ഇപ്പോഴും വളരെ ഭക്തിയോട് പുള്ളിക്കാരത്തി എൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്യുമായിരുന്നു. അവിടെ കാറ്റഗിസം പഠിപ്പിക്കുമായിരുന്നു. പിന്നെ മോള് ഇപ്പോൾ ദുബൈയിലെ KPMGയിൽ, ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് MBA കഴിഞ്ഞ ദുബൈ KPMGയിലെ HR ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഇതാണ്, യൂറോപ്യൻ സെക്ടറിൻ്റെ ഇൻചാർജാണ്. അവിടെ ദുബൈയിലെ കാറ്റഗിസം പഠിപ്പിക്കുന്നുണ്ട്. മോൻ ഖത്തറിലാണ്. മോൻ അവിടെ ഒരു കമ്പനിയിലെ, പെട്രോൾ കമ്പനിയിലെ ജോലിയാണ്. മകനും അവിടെ കാറ്റഗിസം പഠിപ്പിക്കുന്നുണ്ട് ഖത്തറിൽ. അപ്പം കുട്ടികളെല്ലാം ആ ദൈവവഴിയിൽ തന്നെ സഞ്ചരിക്കുന്നു. വലിയ സന്തോഷം, അതാണ് ഏറ്റവും വലിയ സന്തോഷം. അങ്ങനെ സന്തോഷമായിട്ട് ഇപ്പം ഇവിടെ ഈ മുതലക്കോടത്ത് വന്നിട്ട് ആണെങ്കിൽ തന്നെ ഞാൻ ഇടവായിട്ട് ഒത്തിരി പാരിഷ് കൗൺസിലിൻ്റെ ഈ ഇതിലെ മെമ്പറാണ്. അതുപോലെ തന്നെ പാർഷൽ കൗൺസിൽ, നമ്മുടെ പാർഷൽ കൗൺസിലിൻ്റെ ഭാരവാഹിയാണ്. കരിസ്മാറ്റിക് ഗ്രൂപ്പിൻ്റെ അവിടുത്തെ കോർഡിനേറ്ററാണ്. കഴിഞ്ഞ വർഷം ഞങ്ങളൊരു ബൈബിൾ കൺവെൻഷൻ നടത്തി. അടുത്ത വർഷത്തേക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാകുന്നു. പിന്നെ അതുപോലെ തന്നെ വിൻസെൻ്റ് പോളിൻ്റെ വൈസ് പ്രസിഡൻ്റാണ്. സജീവമായിട്ട് സഭാപ്രവർത്തനമാണ്. അത് എനിക്ക് നമ്മൾ അതുകൊണ്ട് അങ്ങനെ എല്ലാ കാര്യങ്ങളിലും നമ്മൾ സഭയോട് ചേർന്നാ പോകുന്നത്. സഭയോട് ചേർന്നാ പോകും തീർച്ചയായിട്ടും. ഈ 30 വർഷക്കാലം അവിടുന്ന് ശുശ്രൂഷകളൊക്കെ ചെയ്ത് അതിനുശേഷം തിരിച്ചു പോകുന്നത് റിട്ടയർമെൻ്റ് ആയിട്ട് വന്നതാണ്. വന്നിട്ട് ഇവിടെ വന്നിട്ട് ഇങ്ങനെ സെറ്റിലായി. ഇവിടെ വന്നിട്ട് തന്നെ ചങ്ങനാശ്ശേരി അതിരൂപതയിലെ വിൻസെൻ്റ് പോളിലും പിന്നെ ഈ കരിസ്മാറ്റിക് പ്രവർത്തനങ്ങളിലൊക്കെ ഇപ്പോഴും വളരെ സജീവമാണ്. അത് സജീവമാണ്. സഭാപരമായ പ്രവർത്തനങ്ങളിൽ വളരെ സജീവമാണ്. ഞാൻ ഈ നമ്മുടെ ശുശ്രൂഷകരിൽ പലരും കണ്ടിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു 60 വയസ്സൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അവര് സ്വയം അങ്ങ് റിട്ടയർമെന്റ് പ്രഖ്യാപിക്കുകയാണ്. ഇനി ഒന്ന് സ്വസ്ഥമായിട്ടിരിക്കണം. ഇപ്പോൾ മക്കളായി, കൊച്ചുമക്കളായി, മക്കളൊക്കെ നല്ല നിലയിലായി, ഇവിടെ നല്ല സെറ്റപ്പൊക്കെ ആയി, അപ്പോൾ ഇനി ഒന്ന് വിശ്രമിക്കണം എന്നുള്ളൊരു കാഴ്ചപ്പാടിൽ വെറുതെ കുത്തിയിരിക്കുന്ന ഒത്തിരി പേരെ കണ്ടിട്ടുണ്ട്. അപ്പം വാസ്തവത്തിൽ ഈ സുവിശേഷ വേലയിൽ ഒരു റിട്ടയർമെന്റ് ഇല്ല എന്നുള്ളതാണ്. അവസാനം വരെ നമ്മൾ സുവിശേഷമായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങിപ്പോഴും ഈ പ്രായത്തിലും, അതായത് റിട്ടയർമെന്റിന് ശേഷം നാട്ടിൽ വന്നതിന് ശേഷവും ഈ മേഖലയിൽ വളരെ സജീവമാണല്ലേ? തീർച്ചയായിട്ടും. അത് ഞാൻ ഇവിടെ വന്ന ശേഷം ഞാൻ ഒരു പണമിടപാട് സ്ഥാപനത്തിൻ്റെ പേര് പറയുന്നില്ല, അതിൻ്റെ ബ്രാഞ്ച് മാനേജറായിരുന്നു. എനിക്ക് പിടിക്കാത്ത ഒരു സംഭവം അപ്പോൾ ഞാൻ പിന്നെ അത് റിസൈൻ ചെയ്തു. എനിക്ക് ഈ പണമിടപാടും പലിശയും അതിനായിട്ട് ഞാൻ ഫുൾ ടൈം ഇതിൻ്റെ പുറകെ ഇതിന് വേണ്ടി തന്നെ നടക്കാം, ഇതിനു വേണ്ടി ഇതാണ് എൻ്റെ വിളി എന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ എന്നോട് ഞാൻ സംസാരിച്ചപ്പോൾ നമ്മുടെ കൊച്ചുമാധ്യക്ഷൻ തന്നെ പറഞ്ഞു, നീ ഒരു ബിസിനസ്സിനും പോകണ്ട, ഇതാണ് നിന്റെ വഴി എന്ന് ഒരിക്കലും എന്നോട് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ എനിക്ക് വ്യക്തമായി. ഞാൻ പിന്നെ ഈ പരിപാടിയൊക്കെ, മറ്റു പരിപാടികളൊക്കെ നിർത്തി ഇത് തന്നെയായി. അപ്പോൾ ഇപ്പം തന്നെ ബ്രദർ, ഇപ്പോൾ ഇത് കഴിഞ്ഞ ഒരു 3-4 മാസം മുമ്പ് തന്നെ ഞാൻ ബ്രദറിൻ്റെ നമ്പറൊക്കെ വെച്ച് ബ്രദറിനെ വിളിക്കണം എന്ന് വിചാരിച്ചാൽ എല്ലാം കഴിഞ്ഞ് പ്രാർത്ഥിച്ചൊരുങ്ങി എടുത്തതാണ്
ഇന്നിവിടെ വരാൻ. കാരണം ഇന്ന് വരാനുമായിട്ട് ഒത്തിരി വിവിധ സാഹചര്യങ്ങളുണ്ടായിരുന്നു. പക്ഷെ പ്രാർത്ഥിച്ചൊരുങ്ങിയെടുത്ത തീരുമാനമാണ് ഇവിടെ വന്ന് ഇങ്ങനെ ഒന്ന് പങ്കുവെച്ച് കഴിഞ്ഞാൽ അടുത്തൊരു തലമുറയ്ക്കെങ്കിലും ഇത് കേട്ട് വിരുദ്ധ സാഹചര്യങ്ങളിൽ എങ്ങനെ സുവിശേഷ പ്രഘോഷകനാകാം, നമ്മളായിരിക്കുന്നിടത്ത് എങ്ങനെ സുവിശേഷം പറയാം. ഇപ്പം നമുക്കറിയാം, ഉദാഹരണത്തിന് ഞാനും വൈഫും കൂടെ ഒരുമിച്ച് പള്ളിയിൽ പോകുന്ന കാണുമ്പോൾ അയലോക്കത്തുള്ളൊരു ചേട്ടനും ചേച്ചിയും ഇത് കണ്ടിട്ട് അയ്യോ അവരങ്ങനെ ഒരുമിച്ച് പള്ളിയിൽ പോകുന്നു, ഞങ്ങൾക്കും പള്ളിയിൽ പോയിക്കൂടെ എന്ന് പ്രചോദനമുണ്ട്. അതുണ്ടായിട്ട് എന്നോട് ഒരാൾ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ മുതലക്കുളം പള്ളിയിൽ കുർബാനയ്ക്ക് രാവിലെ പോകുമ്പോൾ ഒരു ചേട്ടൻ ചേച്ചി എന്നോട് ഒരാഴ്ച അവൾ വന്ന് ഒരു മാസം കഴിഞ്ഞിട്ട് പറഞ്ഞു, നിങ്ങളങ്ങനെ പോകുന്നുണ്ടല്ലോ, അത് ഒത്തിരി പേർക്ക് പ്രചോദനമായ പ്രക്രിയയാണ്. അപ്പോൾ അങ്ങനെ അത് കാര്യമുണ്ട്. അപ്പം നമ്മളൊരു മാതൃ ബി എ ഗുഡ് മോഡൽ. ഒരു ക്രിസ്ത്യാനി പൊതുസമൂഹത്തിലും മറ്റുള്ളവർക്ക് ഒരു മാതൃകയായി തീരുമ്പോൾ, കുർബാനയ്ക്ക് നിൽക്കുമ്പോൾ നിൽക്കുന്നതും ഇരിക്കുന്നതും, അവൻ സമാധാനം കൊടുക്കുമ്പോൾ അവൻ്റെ പ്ലസൻറ്റും, പിന്നെ ഇരിക്കുന്നിടത്ത് ഇപ്പം കുർബാനയ്ക്ക് വന്നിട്ട് ആൾക്കാർ കാലിട്ട് അനക്കുന്നതും എടുക്കുന്നതും ഒക്കെ കാണുമ്പോൾ നമുക്ക് ഇറിറ്റേഷൻ തോന്നും. ഞാൻ അങ്ങനത്തെ ഉള്ള ആൾക്കാരോട് മാറ്റി കുർബാന കഴിഞ്ഞ് പറയാം, അങ്ങനൊന്നും ചെയ്യരുത്, കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഭവം, അങ്ങനൊന്നും ചെയ്യരുത്. ഇങ്ങനെ ഈ ഒരു നമ്മളൊരു മോഡലായിരിക്കണം നാം. അതുപോലെ തന്നെ പലരും കുർബാന കാണാൻ വന്നിട്ട് വെളിയിൽ പോയി കുർബാന കാണുന്ന ഉത്തരവാദപ്പെട്ട ഒരു ആളോട് ഞാൻ വിളിച്ചു പറഞ്ഞു. നമുക്കറിയാവുന്ന ഒരാൾ, വലിയ ആത്മീയനും അതുപോലെ കോതമംഗലം രൂപതയിൽ ഉത്തരവാദിത്ത സ്ഥാനം വഹിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, പുറത്തു പോയി ഇരിക്കരുത്, കുർബാനയ്ക്ക് നിങ്ങൾ ഉത്തരവാദപ്പെട്ട ആളാണ്, അകത്തിരിക്കണം. അപ്പം നമുക്ക് പറയാവുന്ന ഉപദേശം പറയാവുന്നവരോട് പറയണം. ഇന്ന് ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദേശിക്കുന്നില്ല. കുഞ്ഞുങ്ങളെ പോലെ ഉപദേശിക്കാനായിട്ട് എല്ലാവർക്കും പേടിയാണ്, ഭയമാണ്. അപ്പോൾ ഒരു മോഡലായിട്ട് തീരാനായിട്ട് ശ്രമിക്കുക. ശ്രമം നമ്മുടേതാണ്. അതിൻ്റെ ഫലം തരുന്നത് കർത്താവുമാണ്. ഇന്നത്തെ കാലത്ത് ഏറ്റവും വലിയ പ്രശ്നം അതാണ്. ഇന്നത്തെ കാലത്ത് സാമ്പത്തിന് വലിയ കുഴപ്പമൊന്നുമില്ല. വിശ്വാസം പരീക്ഷിക്കപ്പെടുന്ന ഈ കാലഘട്ടത്തിൽ വിശ്വാസ സംരക്ഷകനായിട്ട് അത് ഒരു മോഡലായിട്ട് തീർന്ന് സമൂഹത്തിനും സഭയ്ക്കും ഒക്കെ ശരിക്കും അടുത്ത തലമുറയെ വിശ്വാസത്തിൽ നിലനിർത്താനും വളർത്തിക്കൊണ്ടുവരാനും ഇപ്പം നമുക്കറിയാം, നമ്മുടെ ക്രൈസ്തവ സമുദായം ഇവിടെ കേരളത്തിൽ ദിനംപ്രതി എന്നതുപോലെ ശോഷിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പം നിലവിലുള്ള നമ്മുടെ കുഞ്ഞുങ്ങൾ പോലും എല്ലാം പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ വീടുകളൊക്കെ പലതും വൃദ്ധസദനങ്ങളായിട്ട് മാറിക്കൊണ്ടിരിക്കുക. അപ്പം ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ എന്ന് മാത്രമല്ല, ഈ കാര്യത്തിൽ മാത്രമല്ല, നമുക്ക് പല കാര്യങ്ങളിലും നമുക്ക് ഒത്തിരി പ്രതികൂലങ്ങളുണ്ട് താനും. നമുക്ക് ഭൗതികമായിട്ട് നമ്മുടെ പല സാഹചര്യങ്ങളും നമുക്കെതിരാണ് താനും. ഭരിക്കുന്ന ഗവൺമെൻറ്റുകൾ, പ്രതിപക്ഷം, ഇതൊക്കെ നമുക്കെതിരാണ്. അപ്പം അങ്ങനെയുള്ള ഒരു അവസ്ഥയിൽ നമുക്ക് എങ്ങനെയാണ് അടുത്ത തലമുറയെ വിശ്വാസത്തിൽ വളർത്തിക്കൊണ്ടു പോകുന്നത്, ക്രൈസ്തവ വിശ്വാസം ഇവിടെ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അങ്ങേക്ക് എന്താണ് അതിൽ എന്തെങ്കിലും ഒരു നിർദ്ദേശം പറയാനുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഒരുമിച്ചുള്ള പ്രാർത്ഥന, കുടുംബം പ്രാർത്ഥന. പിന്നെ കുട്ടികളെ വെളിവിട്ടാൽ തന്നെയും അവനോട് അന്വേഷിക്കുക, നിൻ്റെ കൗതാശിക ജീവിതം എങ്ങനെയുണ്ട്, നീ പള്ളിയിൽ പോകുന്നുണ്ടോ, ഇൻസിസ്റ്റ് ചെയ്യണം, നീ പോകണം, പ്രാർത്ഥിക്കണം, അങ്ങനെ ആയിരിക്കണം. എങ്ങനെ ഒരു 4-5 പ്രാവശ്യം പറഞ്ഞു കഴിയുമ്പോൾ അവന് ഒരു തോന്നലുണ്ടാകും. പിന്നെ അവർക്ക് വേണ്ടി കൂടി പ്രാർത്ഥിക്കണം, അല്ലേ? അങ്ങനെ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അവർക്കും ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകും, ഒരു മാറ്റം ഉണ്ടാകും. അല്ലാതെ നമ്മൾ കതിരെ കൊണ്ട് വളം വെച്ചിട്ട് ഒരു കാര്യമില്ല. ഈ 1 കൊരിന്ത്യർ എവിടെയാണെന്ന് ചോദിച്ചാൽ, നമ്മുടെ കുട്ടികളോട് ചോദിച്ചാൽ ബൈബിൾ എടുത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ അവിടെ കുട്ടികൾക്കൊക്കെ ഇങ്ങനെ ക്ലാസ് എടുക്കുമ്പോഴൊക്കെ ഇങ്ങനെ ചോദിക്കും. അപ്പം 1 കൊരിന്ത്യർ ആംഗ്ലേ അറിയത്തില്ല ബൈബിളിനെ കുറിച്ചുള്ള അജ്ഞത. പിന്നെ ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന നേർച്ച നേർക്കുന്നതും പിന്നെ അങ്ങനെ എതിര് കത്തിക്കുന്നതും തമ്പുരാൻ തരുന്ന അത്ഭുതമാണെന്നൊക്കെ തോന്നൽ, ഇതെല്ലാം മാറ്റി യഥാർത്ഥ ഭക്തിയിലും വിശ്വാസത്തിലും വളർത്താനായിട്ട് കുടുംബത്തിൽ നിന്ന് ആരംഭിക്കുന്നത്. കുടുംബം ഒരു വലിയ ഘടകമാണ്. ആ കുടുംബത്തിൽ നിന്ന് ഇല്ലാതെ പോകുന്ന, കുടുംബത്തിൽ എന്താ പിള്ളേരെ പഠിപ്പിക്കുന്നത്? നമ്മൾ ആർത്തി സംസ്കാരമാണ് പഠിപ്പിക്കുന്നത്. എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കുക, എങ്ങനെയെങ്കിലും ജോലി തേടി IELTS മറ്റേ പോവുക. ഇപ്പം പോയ കുട്ടികളുടെയൊക്കെ സ്ഥിതി എന്താണെന്ന് ബ്രദറിന് അറിയാമല്ലോ. ഇപ്പം ഞാൻ കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട. ഇപ്പം നമുക്കറിയാവുന്ന ആൾക്കാർ എല്ലാവരും ഇന്നലെയും അവിടുന്ന് വിളിച്ച് ഒരു മാതാവ് കരയുന്നത് എന്നോട് കരഞ്ഞെന്ന് വെച്ചാൽ, പെൺകുട്ടിയെ അവിടെ ചെന്നിട്ട് അവളെ MBBS പഠിക്കുകയാണ് UK. അവൾ അമ്മയോട് മിണ്ടിയിട്ട് മാസങ്ങളായി. അതെ, ഇത്തരം സാഹചര്യങ്ങൾ നമ്മൾ കണ്ടുവരുന്നുണ്ട് പൊതുവെ. അപ്പം അതിനുവേണ്ടി ഇപ്പോഴേ തുടങ്ങണം. കുട്ടികളെ ഈ മാറ്റി നിർത്തരുത്. വിശ്വാസത്തിൻ്റെ കാര്യത്തിൽ, പ്രാർത്ഥനയുടെ കാര്യത്തിൽ, ബൈബിൾ വായനയുടെ കാര്യത്തിൽ അവരെ ഫ്രം വെരി ബിഗിനിങ് അവരെ ഇൻസിസ്റ്റ് ചെയ്യണം. നിർബന്ധിക്കാതെ ഒരു കാര്യം ഇന്ന് നടക്കത്തില്ല. നമ്മൾ സ്വാതന്ത്ര്യം കൂടുതൽ
കൊടുത്തുപോയി, അല്ലെങ്കിൽ അങ്ങനെ ഇത് പോയി. പിന്നെ അനാവശ്യമായിട്ട് ഇങ്ങനെ കുട്ടികളെ പഠിപ്പിക്കുന്നത് പരമാവധി ഇവിടെ പഠിപ്പിക്കാൻ നോക്കുക. വയസ്സാം കാലത്ത് നമുക്ക് ആളിൽ ഇപ്പം നമുക്ക് എല്ലാ വീടുകളിലും നോക്കിക്കേ, അപ്പനും അമ്മയും മാത്രം കൂടി വന്ന ഒരു പട്ടികളെ കാണും. അത് കൂടുതൽ ആരുമില്ല. അത് യാഥാർത്ഥ്യമല്ലേ? ഞങ്ങളുടെ അയൽവക്കത്തെല്ലാം ഇന്നലെ തന്നെ ഞാൻ അന്വേഷിച്ചു. ഇന്നലെ വേറൊരു കാര്യത്തിൽ ഒരൊറ്റ വീട്ടിൽ കുട്ടികളില്ല. ഇത് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ ഒരു പൊതുചിത്രം. ഇത് പൊതുചിത്രം കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ പൊതുചിത്രമാണ്. നമ്മൾ ഒറ്റപ്പെടുന്നു, നമ്മൾ പല ഇടങ്ങളിലും നമ്മൾ പുറകോട്ട് പോകും. രാഷ്ട്രീയ സാമൂഹിക എല്ലാ മണ്ഡലങ്ങളിലും നമ്മൾ പുറകോട്ട് പോവാം. കാരണം നമുക്കിപ്പം രാഷ്ട്രീയമായി തന്നെ നോക്കിക്കേ, നമുക്ക് തീർച്ചയായിട്ടും ഇത് പല പ്രാവശ്യം നമ്മൾ ഷെക്കന ടെലിവിഷൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം ഇത്. അപ്പോ അവിടെ എന്താണ് നമുക്കൊരു നിർദ്ദേശം? വളരെ ക്രിയാത്മകമായിട്ട് ഇപ്പൊ പ്രാർത്ഥന വേണം, കുഞ്ഞുങ്ങളുടെ എണ്ണം കൂടണം, മറ്റെന്തൊക്കെ നമുക്ക് ചെയ്യാം? മറ്റൊന്നൊക്കെ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ റിസോഴ്സ് എന്ന് പറയുന്നത് ഏതാണ് നമ്മൾ കണ്ടെത്തുന്നത്. നമുക്ക് ഇപ്പം പലപ്പോഴും അറിയാം കാർഷികോൽപ്പന്നങ്ങൾക്ക് വിലയില്ല. ഈ കാർഷികോൽപ്പന്നങ്ങൾ ഇപ്പം മുതലക്കോടത്ത് ചെയ്യുന്നുണ്ട്. അവിടെ കർഷക കോൺഗ്രസിൻ്റെ ഈ കത്തോലിക്ക കോൺഗ്രസ് നേതൃത്വത്തിൽ സൺഡേ മാർക്കറ്റ് അവർ ചെയ്യുന്നുണ്ട്. അവരുടെ കർഷകർ ഉൽപ്പന്നങ്ങൾ അവർ കൊണ്ടുവരുന്നു, ന്യായമായ വില കിട്ടുന്നു, വിൽക്കുന്നു, എല്ലാം വിറ്റുപോകുന്നുണ്ടായിരുന്നു. അപ്പം ഇങ്ങനെ നമ്മൾ പല സഭ ഇതൊക്കെ ചിന്തിച്ച് ഇതിനൊക്കെയുള്ള പരിഹാരം കാണും. പരിഹാരം കണ്ടിട്ട് നമ്മുടെ ഇടയിൽ വീടില്ലാത്തതും വീടിൻ്റെ മെയിൻ്റനൻസ് ഇല്ലാത്തതും ദാരിദ്ര്യത്തൊക്കെ അനുഭവിക്കുന്നത് അനേകരുണ്ട്. കാരണം ഞങ്ങൾ വിൻസെൻ്റ് ഡിപ്പോളോട് നടക്കുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകുന്ന കാര്യമാണ്. അനേകരുണ്ട്. ഇവരുടെയൊക്കെ പ്രശ്നങ്ങളിൽ നമ്മൾ ഇടപെടണം. വിൻസെൻ്റ് ഡിപ്പോൾ പോലെയുള്ള സംഘടനകളിൽ അങ്ങ് വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ടല്ലേ? അതാണ് ഏറ്റവും സത്യം പറഞ്ഞാൽ ഒരു പുരോഹിതനോ മറ്റോ ചെയ്യുന്ന പോലെ കുദാശ പോലെ തന്നെ ഒരു കുദാശയാണ്. വാസ്തവത്തിൽ വിൻസെൻ്റ് ഡിപ്പോൾ സംഘടനയിലുള്ളവർക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും. ഈ കൂട്ടത്തിൽ തന്നെ സുവിശേഷം കൊടുക്കാൻ പറ്റും. പാവങ്ങളെ സഹായിക്കുക എന്നുള്ളതാണല്ലോ അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യം. ആ കൂട്ടത്തിൽ നമുക്ക് വളരെ ഭംഗിയായിട്ട് ഞാൻ ഉദാഹരണം പറഞ്ഞാൽ കഴിഞ്ഞ ഈ ദിവസം കിടപ്പുരോഗികൾക്ക് വേണ്ടി പൈസ കൊടുക്കാൻ പോയപ്പോൾ അവർ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പം ഞാൻ പറഞ്ഞിരിക്കുക ഒന്ന് പ്രാർത്ഥിച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചു. അപ്പോൾ അവനെ നമ്മൾ സഹായം കൊടുക്കുന്നതിനൊപ്പം തന്നെ അവനെ പ്രാർത്ഥനോന്മുഖനാക്കുക എന്നുള്ള ചുമതല കൂടി നമുക്കുണ്ട്. അപ്പോൾ അവർക്ക് ഒരു ശരിയ നല്ല പ്രാർത്ഥന. ഞാൻ പറഞ്ഞു മേലിൽ നമ്മൾ എന്നോട് പൈസ കൊടുക്കാൻ പോകുമ്പോൾ പ്രാർത്ഥിച്ചിരിക്കണം. മദർ തെരേസ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ ഈശോയെ പ്രതിയാണ് എൻ്റെ കയ്യിലെ ഈ തുപ്പുന്നത് ഗേറ്റ് വാങ്ങുന്നു. നമ്മൾ ഈശോയെ പ്രതിയാണ്. നമ്മൾ വിനോദ് സാറ് അല്ലെങ്കിൽ സെബാസ്റ്റ്യൻ ഇങ്ങനെ എന്തെങ്കിലും കൊടുക്കുന്നത് സ്വന്തമായ കാലത്ത് വേണ്ടിയിട്ടല്ല. ഈശോ കാണിച്ച കരുണ, കമ്പാഷൻ, അതാണ് മറ്റുള്ളവർക്ക് കാണിക്കേണ്ടത്. അതിന് നമുക്ക് പ്രേരണ ശക്തിയായി തീരുന്ന ഈശോ തന്നെയാണ്. വിൻസെൻ്റ് ഡിപ്പോൾ ആണെങ്കിലും ഒക്കെ. അപ്പം അതുപോലെ തന്നെ ഒരു പ്രവൃത്തിയാണിത്. ചെയ്യുമ്പോൾ ഒന്ന് പ്രാർത്ഥിച്ച് അവനെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുകയും അവനെ പ്രാർത്ഥനോന്മുഖരാക്കുകയും ചെയ്യുന്നു. ഇത്തരം ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ എപ്പോഴെങ്കിലുമൊക്കെ ഇതൊന്നും വേണ്ടായിരുന്നു എന്നുള്ള ചിന്തകളൊക്കെ വന്നിട്ടുണ്ട്. കാരണം ഈ അവിടെ ഈ സഭകൾ തമ്മിലുള്ള സൗദി അറേബ്യ പ്രശ്നം ഉണ്ടായപ്പോൾ ഒത്തിരി പ്രഷറൊക്കെ ഉണ്ടായിരുന്നു. ഒത്തിരി പ്രഷർ എന്ന് വെച്ചാൽ ഞാൻ സിറോ മലബാറുകാരൻ, അവിടുത്തെ ബിഷപ്പിൻ്റെ ഏറ്റവും അടുത്ത ആള് തമ്മിൽ പ്രശ്നങ്ങൾ, അത് ആഗോള സഭയിലെ പോപ്പിൻ്റെ അടുത്ത് വരെ പോയി ചർച്ചകൾ വെക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞ് ആഞ്ചേരി പിതാവ് പറഞ്ഞ് കറക്റ്റായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് അത് പരിഹരിക്കുന്നു. ആ സമയത്തൊക്കെ ഒത്തിരി പ്രഷറായിരുന്നു. പ്രശ്നം എന്ന് വെച്ചാൽ ഈ രണ്ട് ഗ്രൂപ്പായിട്ട് ഇന്നുകൊണ്ട് ഈ അനാവശ്യമായ പ്രത്യേകിച്ച് സൗദി അറേബ്യ പോലീസ് ഇതറിഞ്ഞാൽ പിടിക്കപ്പെടും. ഇപ്പം ഇതിൻ്റെ റിപ്റ്റിൻ്റെ പേരിൽ ആരെങ്കിലും പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്താൽ പ്രശ്നമാകും. അപ്പം നമ്മുടെ ജോലിയുണ്ട്, കുഞ്ഞുങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇത് നിങ്ങൾക്കറിയത്തില്ലേ, മതം പ്രചരിപ്പിച്ചതിൻ്റെ പേരിൽ എൻ്റെ ഒരു സുഹൃത്തിനെ അനാവശ്യമായിട്ട് ഇവർ ഒന്ന് ടിപ്പ് ഓഫ് ചെയ്തു. ആ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം പോലും മുടക്കിക്കൊണ്ട് ആ വ്യക്തിയെ അവിടെ നിന്ന് ഡിപ്പോർട്ട് ചെയ്തു. ഒറ്റ നിമിഷം പോലും അറിയാതെ ഡിപ്പോർട്ട് ചെയ്യും. നമ്മുടെ ജോലിയോ സാധനങ്ങളോ ഒന്നും അവിടെ കിടക്കട്ടെ, പൊക്കളാൻ പറയും. അതാണ് ആ രാജ്യം. അത് ഇപ്പം കുറച്ചൊക്കെ ഇതിനെ കൊണ്ട് അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല എങ്കിൽ തന്നെയും നമുക്ക് വളരെ സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പോഴും. പക്ഷെ എന്നാൽ തന്നെ അവിടെ എല്ലാം ഇപ്പോഴും കാര്യങ്ങളൊക്കെ ഇപ്പോൾ അവിടെയുള്ള ഈ സുവിശേഷ ശുശ്രൂഷകളൊക്കെ വളരെ ഭംഗിയായിട്ട് മുന്നോട്ട് പോകുന്നുണ്ടോ? ആദ്യകാലങ്ങളിൽ നിങ്ങൾ അനുഭവിച്ച അത്രയും പ്രശ്നം ഇപ്പം ഇല്ലായിരിക്കും അല്ലേ? ഇത്രയും പ്രശ്നമില്ല. പക്ഷെ അത്രയും ആൾക്കൂട്ടമൊന്നും ഇല്ല ഇപ്പം. എല്ലാവരും ഒരുമാതിരി പേര് ഗൾഫിൽ നിന്ന് എല്ലാവരും ഒത്തിരി പേര് ഇങ്ങി പോകുന്നു. എന്തെങ്കിലും ഇച്ഛാഭംഗം അങ്ങേക്ക് തോന്നിയിട്ടുണ്ടോ ഈ പ്രവർത്തനങ്ങൾക്കിടയിൽ? ഉണ്ട്. അതിനൊക്കെ അംഗങ്ങളൊക്കെ ഇച്ഛാഭംഗം തോന്നിയിട്ടുണ്ട്. പലപ്പോഴും മാറ്റി നിർത്തപ്പെടുകയും ഒറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്.
ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇനി മുൻപോട്ടുള്ള ജീവിതത്തിൽ മുഴുവൻ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ഞങ്ങളുടെ ഇതിലെ നമ്മുടെ ജോർജ് ദാനത്തോടം അച്ഛനാണ്, നിർമ്മല കോളേജിലെ മുൻ പ്രിൻസിപ്പളും ഒക്കെയാണ്. അദ്ദേഹം ഞാനുമായിട്ട് വളരെ ക്ലോസ് ആണ്. പള്ളിയിലെ മുതലക്കുളം പള്ളിയിൽ എല്ലാ ദിവസവും ഖുറാനിക്ക് പോയി കഴിഞ്ഞ് അച്ഛനുമായിട്ട് സംസാരിച്ച്, അപ്പോൾ അച്ഛനിപ്പം ഈ അടുത്ത ബൈബിൾ കൺവെൻഷൻ്റെ അടുത്ത ഏപ്രിലിൽ ആൾക്കാരെ വിളിക്കുന്നതിനൊക്കെ ഉള്ള ക്രമീകരണങ്ങൾക്ക് വേണ്ടി ഇപ്പോഴേ അച്ഛൻ, അപ്പം അത്രയും ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ സുവിശേഷത്തിന് വേണ്ടിയിട്ടൊക്കെ വളരെ ഇൻട്രസ്റ്റ് ഉള്ള ഒരു പുരോഹിതൻ, ഒരു വികാരിച്ചൻ വന്നു കഴിയുമ്പോൾ നമുക്കും താല്പര്യം വരും. ഓക്കെ. അപ്പോൾ അങ്ങയുടെ മുൻപോട്ടുള്ള ജീവിതയാത്രയിലും ഇതുപോലെ കഴിഞ്ഞ നാളുകളിൽ നമ്മൾ ചെയ്തതുപോലെ അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു പടി കൂടി കടന്ന് സഭയോട് ചേർന്ന് സുവിശേഷ വേലയിൽ വ്യാപൃതനാകുവാൻ കർത്താവ് അങ്ങനെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. അങ്ങയുടെ കുടുംബത്തെ, പ്രത്യേകം ഭാര്യ, മക്കള് എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. ഒത്തിരി സന്തോഷം ഷെക്കന ടെലിവിഷൻ്റെ പ്രേക്ഷകരോട് ഈ അനുഭവങ്ങളൊക്കെ പങ്കുവെച്ച്. മറ്റൊരു തീപിടിച്ച വ്യക്തിയുമായി നമുക്ക് അടുത്ത ആഴ്ച കണ്ടുമുട്ടാം.